Let's turn our attention to the Gospel of John, chapter 6. നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. Let's turn to verse 15 initially. 15-ാം വാക്യം. John chapter 6 verses 15, I'm going to read that. Therefore, when Jesus realized that they were about to come and take him by force to make him king, he withdrew again to the mountain by himself. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 15-ാം വാക്യം. യേശു വന്ന് തന്നെ പിടിച്ചു രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി. ഈ പുതിയ വർഷത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച നമുക്കൊരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്താൻ കർത്താവ് തന്ന ഈ അവസരത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. I thank God for giving this opportunity in this new morning, in this new year. If you're attending a service in this church for the first time, I especially want to welcome you, and I pray that God's blessings be upon you. ഈ സഭയിൽ ആദ്യമായിട്ട് നിങ്ങൾ ഒരു സഭായോഗത്തിലായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പ്രത്യേകം വന്ദനം അറിയിക്കുന്നു, നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു. The overall theme for our church at this beginning of the year is pay attention or pay more attention, do not drift away. That's the theme on which we are meditating and thinking this year, at least in the beginning of this year. ഈ വർഷം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നാം ധ്യാനിക്കുന്നതും ചിന്തിക്കുന്നതുമായ വിഷയം ഇതാണ്, നാം ശ്രദ്ധയുള്ളവരായിരിക്കണം എന്നുള്ളത്. And this international service, I want to continue on the series we were doing from the Gospel of John. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് നാം ആയിരിക്കുന്ന ഈ പരമ്പരയിൽ തുടരുവാൻ തന്നെ ഇന്റർനാഷണൽ സർവീസിൽ ഞാൻ ആഗ്രഹിക്കുന്നു. And today I'm going to focus on chapter 6 verses 1 to 21. ഇന്ന് യോഹന്നാൻ 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 21 വരെയുള്ള ഭാഗങ്ങൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. We have the communion service also in front of us. നമ്മുടെ കർത്താവിന്റെ മേശ നമ്മുടെ മുൻപിലുണ്ടല്ലോ. We'll be going into that. I will talk about that a little later here. അവസാന സമയത്ത് അതിനെക്കുറിച്ചും സംസാരിക്കുന്നതായിരിക്കും. So come along with me as we look through the word of God this morning. എന്നോട് കൂടെ നിങ്ങൾ വരണം വചന ധ്യാനത്തിന് വേണ്ടി. This morning I want to talk about our provider and our protector. നമ്മുടെ പ്രൊവൈഡറും നമ്മുടെ ദാതാവും സംരക്ഷകനും എന്നുള്ള യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു. In the Bible, especially in the Gospel according to John, is written from a different perspective than how Matthew, Mark or Luke has written the Gospels. മത്തായി, മാർക്കോസ്, ലൂക്കോസ് എഴുതിയതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതിയിലാണ് യോഹന്നാൻ തന്റെ സുവിശേഷം എഴുതിയിരിക്കുന്നത്. It is said, in different ways it is said, but in one way it is said that Matthew wrote to, a group of people like the Jewish people. പല ചിന്തകളുണ്ട്. അതിലൊന്നിതാണ് യഹൂദന്മാർക്ക് വേണ്ടി മത്തായി തന്റെ സുവിശേഷം എഴുതി. That's why he starts with genealogy. അതുകൊണ്ടാണ് യേശുവിന്റെ genealogy was critical for Jewish people to establish the legitimacy of anything they claim or say. ഒരു കുടുംബത്തിന്റെ വിവരം അല്ലെങ്കിൽ അവർ പറയുന്നതിന്റെ അത് ഊന്നി പറയുവാൻ വേണ്ടി അവരുടെ ജീനിയോളജി അല്ലെങ്കിൽ അവരുടെ കുടുംബ പാരമ്പര്യം അത് അത്യാവശ്യമായിരുന്നു യഹൂദന്മാർക്ക്. Some claim that Mark wrote from the perspective of explaining it to the Romans. റോമ പൗരന്മാർക്ക് വേണ്ടി ആണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം മർക്കോസ് എഴുതിയതെന്ന് ചിന്തിക്കുന്നവരുണ്ട്. And there are people who say Luke was written from the perspective of reaching out to the Greek people. യവനന്മാർക്ക് ഗ്രീക്ക് ആൾക്കാർക്ക് വേണ്ടിയാണ് ലൂക്കോസ് എഴുതിയതെന്ന് ചിന്തിക്കുന്നവരുണ്ട്. But about John it is said that it was written to the people of God so that they can really understand the depth of who Jesus was. ദൈവജനത്തിനു വേണ്ടി യോഹന്നാൻ സുവിശേഷം എഴുതിയിരിക്കുന്നു യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴം മനസ്സിലാക്കുവാൻ വേണ്ടി. It is categorized in different ways too, but one way is like this. So what I want to tell you is John has got a lot of things which you won't find in other gospels. പല തരത്തിൽ ഇതിനെ പഠിക്കുന്നവരുണ്ട്, എന്നാൽ ഇങ്ങനെ ഈ ഒരു തലത്തിൽ ചിന്തിക്കുന്നവരുണ്ട്. യേശുക്രിസ്തുവിനെ കുറിച്ച് അനേകം കാര്യങ്ങൾ. There are few seven things mentioned in the Gospel of John. 7 പല കാര്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്. One out of that is 7 signs of Jesus. യേശുവിന്റെ 7 അടയാളങ്ങൾ. Number 1 sign we looked at already. It was turning the water into wine at the wedding at Cana. കാനാവിലെ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കിയതാണ് ഒന്നാമത്തെ അടയാളം. Second was the healing of the nobleman's son. ആ നോബിൾമാന്റെ പുത്രനെ സൗഖ്യമാക്കിയതാണ്. Third we saw how Jesus healed the paralytic at the pool of Bethsaida. അതിന്റെ തടാകത്തിൽ
ആ വ്യക്തിയെ Fourth- സൗഖ്യമാക്കിയതിനാണ് മൂന്നാമത്തത്. Fourth sign is the feeding of the 5,000 people. 5000 പേരെ പോഷിപ്പിച്ചത് നാലാമത്തത്. And the fifth is walking on the water. അഞ്ചാമത്തത് വെള്ളത്തിൽ കൂടി നടന്നത്. The sixth is the healing of the born blind man. ജന്മന അന്ധനായിരുന്ന വ്യക്തിയെ സൗഖ്യമാക്കിയതാണ് The ആറാമത്തത്. sign is the raising of Lazarus from the dead. ലാസറിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചതാണ് As ഏഴാമത്തെ time അടയാളം. permits today's message, we will be looking at two signs. Number one is feeding of the 5,000. Number two, Jesus walking on the water. ഇന്ന് രണ്ട് അടയാളങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അത് 5000 പേരെ പോഷിപ്പിച്ചതും വെള്ളത്തിൽ കൂടി Let me നടന്നതും. ask you, are you worried in life? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ Are you വിഷമമുള്ളവരാണോ? worried about how things would be? കാര്യങ്ങൾ എങ്ങനെ ആയിത്തീരുമെന്നുള്ള We live in വ്യാകുലതയുണ്ടോ? a world of news explosions happening. അധികമായി വാർത്ത നാം ലഭിക്കുന്ന ഒരു We are കാലഘട്ടത്തിലാണ്. consuming way more information that I don't think ever in the history of humanity people consumed. മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഇത്രയധികം വാർത്ത ഒരു സമയത്ത് ഒരു മനുഷ്യന് More ലഭിച്ചിട്ടുണ്ടായിരിക്കില്ല. and more, I think about how we need to be switching ourselves off from all these things to find a good mental health. ഇത് കാണുമ്പോൾ എനിക്ക് പലപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നാറുണ്ട്, ഇതെല്ലാം അണച്ചു വെച്ച് നല്ല ഒരു മനസ്സമാധാനമുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തണം. And no, മനസ്സമാധാനം എൻ്റെ പോയതുകൊണ്ടല്ല. Come on, translate it correctly. It is very important for our mental health that we shut things out of our life. ഒരു മനസ്സിന് നല്ല ആശ്വാസമുള്ള ഒരു തലത്തിൽ എത്തുവാൻ വേണ്ടി നാം ഇതെല്ലാം അണച്ചു വെക്കണം. That's correct. So what we need is we live in a world which is we are bombarded with so much of information. നാം വളരെയധികം ഇൻഫർമേഷൻ, നമുക്ക് വാർത്തകൾ ലഭിക്കുന്ന ഒരു Every കാലഘട്ടത്തിലായിരിക്കുന്നു. day we hear about death. നാം എല്ലാ ദിവസവും മരണത്തെക്കുറിച്ച് Most കേൾക്കുന്നു. of them we don't know. പലരെ നാം അറിയുന്നില്ല. Because we go to YouTube and all the funeral services live is going on. യൂട്യൂബിൽ നാം പോവുകയാണെങ്കിൽ ഫ്യൂണറൽ സർവീസുകൾ ഇഷ്ടംപോലെ ലൈവ് When we കാണാം. see, we try to look who is this. നാം നോക്കുന്നത് ആരാണെന്ന് നമ്മൾ അന്വേഷിക്കും. ചിലപ്പോൾ നോക്കുമ്പോഴായിരിക്കും പത്തനാപുരത്തെ ഇത് ഫ്യൂണറൽ സർവീസാണ്, ഇതാരാ പത്തനാപുരത്തെ ചാക്കോ, അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് അറിയാവുന്ന നമ്മുടെ സ്കൂളിൽ പഠിച്ചാരുണ്ടാന്ന്. So when we look at it carefully, that's when we may realize that it's somebody that we know. കണ്ടില്ലേ എൻ്റെ കൂടെ പഠിച്ച, അയ്യോ പുള്ളിയും പോയോ. So it's somebody who I studied with long back, that person also passed away. ഹല്ലേലൂയ. അപ്പോൾ പിന്നെ നമ്മുടെ മനസ്സിലൊരു ചിന്ത വരും. So we'll have this thought in our mind. സഹപാഠികളെല്ലാം പൊക്കോണ്ടിരിക്കുക, ഇനി എൻ്റെ സമയം എപ്പോഴാണെന്ന് അറിയത്തില്ല. So my colleagues are passing away. When is my time going to come? There are other things. ഇതുപോലെ മറ്റ് സംഭവങ്ങൾ. We come to a meeting. ഒരു മീറ്റിംഗിൽ വന്നാൽ വചനമൊക്കെ കേട്ട് സമാധാനമായിട്ട് വീട്ടിലോട്ട് ചെന്നു. So we heard the message and we went back peacefully. വളരെ ഉറപ്പോടെ പോയത്. We went with strength. ഈ ആഴ്ച മുതൽ ഞാൻ ശക്തമായിട്ട് കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും. I'll do something for the Lord boldly. ഈ ആഴ്ച എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കും ദേശത്തിന് വേണ്ടി. I will pray for the land every day. അപ്പോഴാണ് വന്നത് ചൈനയിൽ ഒരു പുതിയ വൈറസ് വന്നത്. That's when you heard there's a new virus in China. പിന്നെ വൈറസിന്റെ പുറകെ പോയി. Now you follow that. ഇത് കോവിഡ് ആകുമോ, കോവിഡിനെ പോലെ ആകുമോ? Will this become like COVID? അങ്ങനെ ഇരുന്നപ്പോഴാണ് പറഞ്ഞ ട്രംപ് ജയിച്ചെന്ന്. That's when you heard Trump won the election. നാട്ടിൽ കുറെ പണിയില്ലാത്ത മീഡിയക്കാർ ഇരിപ്പുണ്ട്. There are people who the media people who doesn't have any other work to do. ഒരു പുള്ളി പറഞ്ഞു അമേരിക്കയിലുള്ള സകല ഇന്ത്യക്കാരെയും തിരിച്ചു വിടുമെന്ന്. So one of them said, all the Indians will be sent back. ചിലർ പറഞ്ഞു 18,000. Some media said 18,000 will be sent back. ചിലർ പറഞ്ഞു 18000 ഇന്ത്യക്കാരെ. Some said all the students will be sent back. എല്ലാ വിദ്യാർത്ഥികളെയും പറഞ്ഞു വിടും. And some even went to the extent all Indians will be sent back. ചിലർ പറഞ്ഞു എല്ലാ ഇന്ത്യക്കാരെയും പറഞ്ഞു വിടും. You watch the news. ന്യൂസ് കേട്ടാൽ മതി. What is going to happen? എന്ത് സംഭവിക്കുന്നു ഓർത്ത് നാം തലമുണ്ടാക്കും. So we live in a world where there is a lot of anxiety triggers. നാം വ്യാകുലത നമ്മുടെ മനസ്സിൽ ഉളവാക്കുന്ന വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. A lot of people are ending their life anticipating things which will never happen in their life. ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ഓർത്ത് അല്ലെങ്കിൽ സംഭവിക്കാത്ത കാര്യങ്ങളെ ഓർത്ത് ജീവിതം ഒടുക്കുന്നവർ. Because they think about things which will never happen in their life, because they are a tendency to think about and worrying about things. അവരുടെ മുമ്പിലുള്ള കാര്യങ്ങളെ ഓർത്ത് സംഭവിക്കാത്ത കാര്യങ്ങളെ ഓർത്ത് വ്യാകുലപ്പെട്ട് ആലോചിച്ച് കൂട്ടി മനസ്സ് വിഷമിപ്പിക്കുന്ന അവസ്ഥ. You hear about some family problem happened. ഒരു കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് കേട്ടു. All of a sudden you are thinking about how will my daughter's family life will be. എൻ്റെ മകളുടെ ജീവിതം എങ്ങനെയായി തീരും. And the daughter is right now only 5 years old. 5 വയസ്സുള്ള കുഞ്ഞായിരിക്കാം.
You get what I'm saying? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? We worry too much about things which are out of our control. നമുക്ക് കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളെ ഓർത്ത് നാം അധികമായി ആകുലപ്പെടുന്നു. But this morning I want to tell you something. ഇന്ന് പ്രഭാതത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ. Cast all your burdens at the feet of Jesus. നമ്മുടെ ഭാരമൊക്കെയും നമ്മുടെ കർത്താവിന്റെ പാദപീഠത്തിൽ വെക്കുക. Because he cares for you. നമുക്ക് വേണ്ടി കരുതുന്നവനാണ് നമ്മുടെ കർത്താവ്. He cares for you. നമുക്ക് വേണ്ടി കരുതും. He cares for you. നമുക്ക് വേണ്ടി കരുതും. Hallelujah. Hallelujah. Now Jesus is our provider. യേശു ക്രിസ്തുവാണ് നമ്മുടെ ദാതാവ്. So we are going to look at the first sign. You all know the story, so that's why I want to quickly go ahead with it. നമുക്ക് അറിയുന്ന കഥ തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് അത് ചിന്തിക്കാം. You know, Jesus crossed the Sea of Galilee for Tiberias. യേശു ക്രിസ്തു തിബെരിയാസ് or Tiberias, sorry, not for or Tiberias. തിബെരിയാസ് കടൽ കടന്ന് അക്കരെ എത്തി. So then what happens is a huge crowd was following him because they saw the signs that he was performing by healing the sick. ഒരു വലിയ പുരുഷാരം തന്റെ പിന്നാലെ ചെന്നു. അവൻ രോഗികളെ സൗഖ്യമാക്കുന്നത് അടയാളങ്ങൾ കണ്ട് ആണ് പിൻപറ്റിയത്. Jesus went up on a mountain and he sat down there with his disciples. യേശു മലയിൽ കയറി ശിഷ്യന്മാരോട് കൂടി. Look at the picture. On the other side Jesus was doing lot of things. ഈ ചിത്രം നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഒരു വശത്ത് യേശു ക്രിസ്തു വലിയ അടയാളങ്ങൾ ചെയ്യുകയാണ്. There is healing happening through Jesus. അനേകം രോഗികൾ സൗഖ്യമാകുന്നു. There is deliverance happening through the ministry of Jesus. വിടുതൽ അവിടെ സംഭവിക്കുന്നു. Now Jesus goes to the other side. He crosses over the Sea of Galilee. ആ തിബെരിയാസ് കടന്ന് അപ്പുറം താൻ എത്തുന്നു. And now as he is going, the multitude is following Jesus. ഈ വലിയ പുരുഷാരം യേശു ക്രിസ്തുവിനെ പിൻപറ്റുകയാണ്. What is the reason? എന്തുകൊണ്ടാണ് അവർ പിൻപറ്റുന്നത്? They are following him for the signs he was and the wonders he was doing. താൻ ചെയ്ത അടയാളങ്ങൾ കാരണമാണ് യേശു ക്രിസ്തുവിനെ പിൻപറ്റുന്നത്. Jesus goes up to a mountain and he sits over there. അവിടെ ഒരു മലയുടെ മുകളിൽ പോയി യേശു അവിടെ ഇരുന്നു. And he and his disciples are sitting, but the crowd is coming. അവിടെ താനും തന്റെ ശിഷ്യന്മാരും അവിടെ ഇരിക്കുകയാണ്. എന്നാൽ വലിയ പുരുഷാരം തന്നെ പിൻപറ്റുകയാണ്. Jesus is seeing that all these people are coming. ഈ വലിയ പുരുഷാരം വരുന്നത് യേശു കണ്ടു. The Passover feast or the Passover festival was approaching. അവിടെ പെസഹ പെരുന്നാൾ അടുത്ത് ആയിരുന്നു. And Jesus looked up and he was seeing that a huge crowd is coming. യേശു വലിയ പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് Jesus asked ഫിലിപ്പോസിനോട്, okay, where will we buy bread so that these people can eat? ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. And Philip says, and it says that he did it to test him, even though Jesus knew what he was going to do. അടുത്ത് നാം വായിക്കുന്നത് ഇത് ഫിലിപ്പോസിനെ പരീക്ഷിക്കുവാൻ അത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് യേശു അറിഞ്ഞിരുന്നു. And Philip gives a very logical answer. ഫിലിപ്പോസ് വളരെ മനസ്സിനിണങ്ങുന്ന ഒരു ഉത്തരം കൊടുക്കുന്നു. He gives a logical answer. അത് ലോജിക്കലായിട്ട് ശരിയായ ഒരു ഉത്തരമാണ്. What is his answer? 200 denarii worth of bread would not be enough for each of them to have a little. ഫിലിപ്പോസ് പറഞ്ഞ യുക്തമായ ഉത്തരം ഇതാണ്. അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകുകയില്ല. In some calculation it says it was about 6 months of wages of a person. ചില ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാകും 6 മാസത്തെ പണിക്കൂലിയാണ് ഈ പണം. And what he is saying is, because you know every day they used to be paid, so in average they say it could be one denarii per day, or you know that's like almost like more than 6 months of wages. 200 days of wages. ഒരു ശരാശരി ഒരു ദിവസം ഒരു പണമാണ് ലഭിക്കുന്നതെങ്കിൽ ഏകദേശം 6 മാസത്തിൽ if you work the whole day you may get one, so it's about 200, so 200 days, more than 6 months. അങ്ങനെ നാം അത് കണക്ക് നോക്കുകയാണെങ്കിൽ that's a lot of money. ഒരു 6 മാസത്തിൽ കൂടുതൽ അധ്വാനിച്ചാൽ ലഭിക്കുന്ന പണം. It's not the tithe of a person. അത് ഒരു വ്യക്തിയുടെ It's not a contribution, it's a whole wage of more than 6 months. ഒരു ദശാംശമല്ല, അത് താൻ പണിയെടുത്ത് ലഭിക്കുന്ന മുഴുവൻ ശമ്പളവും. Worth of work. ഏകദേശം 200 ദിവസം പണിയെടുത്താൽ കിട്ടുന്ന പണം. And that also will not be enough. We cannot satisfy them. അത് തന്നെ അവിടെ എഴുതിയിരിക്കുന്നത് അത് തന്നെ മതിയാകുകയില്ല എന്നാണ്. But at the same time one of his disciples, Andrew, Simon Peter's brother, spoke up. ശിഷ്യന്മാരിൽ ഒരുത്തനായ ശിമോൻ പത്രോസിന്റെ സഹോദരൻ അന്ത്രയാസ് അവിടെ യേശുവിനോട്, so the problem is a big problem. ഇതൊരു വലിയ പ്രശ്നമാണ് അവരുടെ മുന്നിൽ. There were 5,000 plus people. 5000-ൽ അധികം പേർ അവിടെ ഉണ്ട്. They are coming. അവർ വരുന്നു. Just imagine, ഓർക്കുക, you know, we are a relatively small church. നമ്മളൊരു ചെറിയ സഭയാണ്. If we have to give a lunch for everyone,
എല്ലാവർക്കും നമുക്ക് ലഞ്ച് Many കൊടുക്കണം. of you know what's the cost. എത്രയായിരിക്കുമെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം. But I know people who are in big churches. എന്നാൽ വലിയ ഒരു സഭയിലുള്ളവരെ എനിക്കറിയാം. And if they want to provide a lunch for everyone, അവർ ആ സഭയിൽ എല്ലാവർക്കും it's not easy. It's not easy. അത് എളുപ്പമല്ല. And in some places, ചില സ്ഥലങ്ങളിൽ it may take 1 month's salary to feed everyone one time meal. ഒരു മാസത്തെ ശമ്പളം വേണ്ടി വരും ഒരു നേരം. ഒരാളുടെ ഒരു മാസത്തെ ശമ്പളം വേണ്ടി വരും. ആ ചർച്ചിലെ എല്ലാവർക്കും വേണം ഒരു ലഞ്ച് കൊടുക്കണം, ഒരു ഊണ് കൊടുക്കണം ഞായറാഴ്ച. So for one person, for the church to have lunch, കൊച്ചിന്റെ ഡെഡിക്കേഷനോ എന്തെങ്കിലും വന്നു എല്ലാവർക്കും കൂടെ ഒരു ഫുഡ് കൊടുക്കണമെങ്കിൽ ഒരു മാസത്തെ ശമ്പളം വേണം. If somebody wants to give a Thanksgiving lunch, they need to spend money for about 1 month's salary. അങ്ങനെയുള്ള എന്തെങ്കിലും ഇങ്ങനത്തെ വിഷയം വന്നാൽ അവർ ആകെപ്പാടെ ടെൻഷനിലാവും. So in such places, if they need to do something like that, they'll be in tension. So remember, but Jesus is telling, where are we going to provide food for them? ഓർക്കുക, യേശു ഇവിടെ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇവർക്ക് നാം ആഹാരം കൊടുക്കുന്നത്. Now Andrew dismisses it by saying that it's not possible to feed them at all. We don't have the resources to do it. ഇവിടെ തന്റെ ശിഷ്യൻ Philip first dismisses. ഫിലിപ്പോസ് മറുത്തു പറയുന്നത് ഇത് സാധിക്കുകയില്ല എന്ന് തന്നെ ഉത്തരം പറയുന്നു. And after that Andrew makes a statement which is more interesting. അവിടെ അന്ത്രയാസ് എന്നാൽ മറ്റു രസകരമായ ഒരു ഉത്തരം നൽകുന്നു. And his response is that there is a boy here who has 5 barley loaves and 2 fishes. തന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ഒരു ബാലനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്. And what are they for so many people? എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ? Just imagine. ഓർക്കുക, I am saying, ഞാൻ ഇങ്ങനെ പറയുന്നു. After it's not happening, I'm just saying. ഞാൻ ഞാൻ ചിന്തിക്കാൻ വേണ്ടി Enosh has പറയുന്നതാണ്. come after a long time. ഇനോഷ് ചില ആഴ്ചകൾക്ക് ശേഷം വന്നു. He has been in Dallas. താൻ ഡാലസിലായിരുന്നു. And while coming back from Dallas, ഡാലസ് മടങ്ങി വരുന്ന സമയത്ത് he bought 2 chocolates. 2 ചോക്ലേറ്റ് കൊണ്ടുവന്നു. And after the service, സർവീസ് കഴിയുമ്പോൾ everybody is going to be given 5 chocolates each. എല്ലാവർക്കും 5 വീതം നൽകാം. What will you say? നിങ്ങൾ എന്ത് പറയും? What will you say? നിങ്ങൾ എന്ത് പറയും? You will say, Pastor has gone crazy. We thought he was going crazy recently, but now we are assured that he is crazy. പാസ്റ്റർ കുഴപ്പം പറ്റിയെന്നങ്ങ് പറ, അങ്ങനെ പറ, കൂടുതലൊന്നും പറയരുത്. പാസ്റ്റർക്ക് എന്തോ കുഴപ്പം പറ്റിയെന്ന് കുറേ മാസങ്ങളായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഏതാണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് കംപ്ലീറ്റ് തെളിവ് കിട്ടിയിട്ടുണ്ട്, പുള്ളിക്ക് എന്തോ കുഴച്ചിൽ പറ്റിയിട്ടുണ്ട്. റൈറ്റ്, ദാറ്റ്സ് വാട്ട് യു വിൽ സേ. പാസ്റ്റർക്ക് എന്തോ കുഴപ്പം പറ്റിയെന്ന് നാം പറയുമല്ലോ. So Andrew is very simply saying there is a boy with 5 bread and 2 fish, but what are we going to do with that? അന്ത്രയോസ് അവിടെ വളരെ നിഷ്കളങ്കമായും ലളിതമായും പറയുന്നത് 5 അപ്പവും 2 മീനുമുണ്ട്, ഇത്ര പേർക്ക് എന്തുള്ളൂ. Basically, they both, I think, wanted to simply tell Jesus, drop the idea. It's not going to work out. എൻ്റെ ചിന്ത ഇതാണ്, ഈ 2 പേരും യേശുക്രിസ്തുവിനോട് പറയുന്നത് ഇത് നടക്കാൻ പോകുന്നില്ല, ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്നാണ്. We know you have a big plan. You want to feed them, but forget about it. It's not going to happen. ഇത്രയും പേർക്ക് ആഹാരം കൊടുക്കണമെന്ന് അങ്ങേക്ക് ആഗ്രഹമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷേ അത് നടക്കില്ല. Because it's not possible. ഇത് എളുപ്പമല്ല. You are underestimating. It's not 12 people. ഇത് 12 പേരുടെ ആഹാരമല്ല. It's 5,000 people. 5000-ൽ പരം പേർ. Also, we are on a mountain. നാം ഒരു മലമേലായിരിക്കുന്നു. There is no dhaba or there is no restaurant nearby. ഇവിടെ അടുത്ത് കടകളൊന്നുമില്ല. There is no catering service. ഇവിടെ നമുക്ക് ഭക്ഷണം ലഭിക്കാൻ എളുപ്പമില്ല. Even if we get some money, collect some money, there is no way to get food here. നാം പണം ശേഖരിച്ചെങ്കിൽ പോലും ഇവിടെ ഭക്ഷണം നമുക്ക് എത്തിക്കുവാൻ ബുദ്ധിമുട്ടാണ്. What was the response of Jesus? യേശുക്രിസ്തുവിന്റെ മറുപടി എന്താണ്? Jesus said, have the people sit down. ആളുകളെ ഇരുത്തുവീൻ. And then what happens? എന്നിട്ട് എന്ത് സംഭവിക്കും? There was plenty of grass in the place. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. And they made them sit. അവരെ അവിടെ ഇരുത്തി. The men numbered about 5,000. 5000-ഓളം പുരുഷന്മാരിരുന്നു. Maybe more than that actually. Some people say it was just the men's count was 5,000. The families may be there, kids may be there. ചിലർ ചിന്തിക്കുന്നത് ഇത് പുരുഷന്മാരുടെ സംഖ്യ മാത്രമായിരുന്നു 5000, പിന്നെ കുടുംബങ്ങളും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. It was a huge crowd. വലിയൊരു പുരുഷാരം. So now once Jesus takes the 2 loaves of bread, he gives thanks, he distributed the same way he gives the fish also after giving thanks. പിന്നെ യേശു അപ്പം എടുത്തു വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടുന്ന. The very next statement, I will come back, but the very next statement says that when they were full, he told his disciples, collect the leftovers so that nothing is wasted. So they collected 12 baskets with the pieces from the 5 barley loaves that were left over by those who had eaten.
തൊട്ടടുത്ത വാക്യം 12 വാക്യം നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അവർക്ക് തൃപ്തിയായ ശേഷം യേശു ശിഷ്യന്മാരോട് ശേഷിച്ച കഷ്ണം ഒന്നും നഷ്ടപ്പെടാതെ ശേഖരിക്കുവീൻ എന്ന് പറഞ്ഞു. 5 യവത്തപ്പത്തിൽ നിന്ന് തിന്ന ശേഷം കഷ്ണം അവർ ശേഖരിച്ചു 12 കുട്ട നിറച്ചെടുത്തു. Now I explain this story again because this is a very simple known story, so but I wanted to just tell that again. Now listen to me. ഈ കഥ വളരെ ലളിതമാണെങ്കിലും എനിക്ക് ഒരിക്കൽ കൂടി ആവർത്തിക്കണമെന്ന് ആഗ്രഹമായിരുന്നു. Now what happens? Number one, we see Jesus cared for these people. ഒന്നാമതായി നാം ഇവിടെ കാണുന്നത് യേശു അവർക്ക് വേണ്ടി കരുതി. Number two, caring Jesus had a plan in his mind. കരുതുന്ന യേശുവിന് തന്റെ മുൻപിൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. He had a plan how to feed them. എങ്ങനെ അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് യേശുവിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. He knew what he was going to do. യേശു എന്ത് ചെയ്യുവാൻ പോകുന്നു യേശുവിന് അറിയാമായിരുന്നു. Let me give you an assurance. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് നൽകട്ടെ. Jesus cares for you. യേശു നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു. If Jesus cares for you, he has a plan to provide for you. യേശു നിങ്ങൾക്ക് വേണ്ടി കരുതുന്നുവെങ്കിൽ യേശുവിന് അതിനെക്കുറിച്ച് ഒരു പദ്ധതിയുമുണ്ട്. He is our provider. യേശു നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. The problem, how big it is, doesn't matter to my Jesus. നമ്മുടെ മുൻപിൽ പ്രശ്നം എത്ര വലുതെന്നുള്ളത് യേശുവിന് വിഷയമല്ല. Philip and Andrew were right in what they said. ഫിലിപ്പോസും അന്ത്രയാസും അവർ പറഞ്ഞത് ശരി തന്നെ. What doctor says is correct. ഡോക്ടർമാർ പറയുന്നത് ശരിയായിരിക്കും. What news agencies say may be correct. വാർത്തയിലൂടെ നാം വായിക്കുന്നത് ശരിയാണ്. What others are telling you may be correct. മറ്റുള്ളവർ പറയുന്നത് ശരിയാകാം. Other people's opinion may be correct. മറ്റുള്ളവർ പറയുന്നത് ശരിയാകാം. But more than that, എന്നാൽ അതിനേക്കാൾ ഉപരി understand Jesus has a plan for you. ഒരു കാര്യം മനസ്സിലാക്കണം, യേശുവിന് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. Jesus has a plan for you. യേശുവിന് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. If Jesus has a plan for you, യേശുവിന് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ he will have a way to work out that plan for you. അത് നിങ്ങളുടെ ജീവിതത്തിൽ അത് നടക്കുവാൻ വേണ്ടി യേശുവിന് ഒരു പദ്ധതി ഉണ്ടാകും. Many times we think that Jesus only have compassion over us. നാം ചിന്തിക്കുന്നത് യേശുവിന് നമ്മളെക്കുറിച്ച് കരുതൽ മാത്രമേ ഉള്ളൂ. We think Jesus only cares about us. നമുക്ക് വേണ്ടി കരുതുന്നവൻ മാത്രമാണെന്ന് ചിന്തിക്കുന്നു. But let me tell you, if he cares about you, he has a plan for you. നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാണ് നമ്മുടെ യേശു എങ്കിൽ യേശുവിന് ഒരു പദ്ധതിയും നമുക്ക് വേണ്ടിയുണ്ട്. If he cares for you and if he has a plan for you, he will execute that plan for your life. യേശു നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. നമുക്ക് വേണ്ടി ഒരു പദ്ധതിയുമുണ്ടെങ്കിൽ അതിനൊരു വഴി ഒരുക്കും. At the beginning of this year, let me tell you, believe Jesus is going to execute his plans for your life. ഈ വർഷത്തിന്റെ ആരംഭത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു നിങ്ങളുടെ ജീവിതത്തിലുള്ള പദ്ധതി നിറവേറ്റുക തന്നെ ചെയ്യും. Maybe 2025 started with lot of anxiety in your mind. 2025 സംശയങ്ങളും വ്യാകുലതകളും നിങ്ങൾക്ക് മനസ്സിലുണ്ടാകാം. Maybe 2025 started with lot of uncertainties in front of you. 2025 സംശയങ്ങളുള്ള വർഷമായിട്ടായിരിക്കും തുടങ്ങിയത്. But if you are coming to Jesus, understand Jesus has a plan for you. യേശുവിന്റെ അടുക്കൽ നിങ്ങൾ വരികയാണെങ്കിൽ മനസ്സിലാക്കുക, യേശുവിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പദ്ധതിയുണ്ട്. And not only he has a plan for you, irrespective of what Philip says or Andrew says, he is going to execute his plan for your life. ഫിലിപ്പോസും അന്ത്രയാസും പറയുന്നത് പോലെയല്ല, യേശുവിന്റെ പദ്ധതി യേശു നിവർത്തികരിക്കും. But in order for a miracle to happen, ഒരു അത്ഭുതം സംഭവിക്കണമെങ്കിൽ two things had to happen here. രണ്ട് കാര്യങ്ങൾ ഇവിടെ സംഭവിക്കണമായിരുന്നു. Understand very carefully. ശ്രദ്ധയോടെ മനസ്സിലാക്കണം. Understand the depth of what I'm going to say now. ഇതിന്റെ ആഴം നിങ്ങൾ ഗൗരവമായിട്ട് മനസ്സിലാക്കണം. In order for a miracle to happen in your life, ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ there are two things which happened over here. രണ്ട് സംഭവങ്ങൾ ഇവിടെ സംഭവിച്ചു. Number one, ഒന്നാമതായി Andrew had the audacity to tell that we have 5 + 2 with us. അന്ത്രയാസിന് ഇവിടെ 5ഉം 2ഉം ഉണ്ടായിരുന്നു എന്ന് പറയാനുള്ള ധൈര്യമുണ്ടായി. In order to God to do a miracle in your life, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ you have to give up what you have for the glory of God. നമുക്കുള്ളത് ദൈവ മഹത്വത്തിനായി കൊടുക്കാൻ നാം ഒരുങ്ങണം. Quantity you have doesn't matter. എത്രമാത്രം എന്നുള്ളത് വിഷയമല്ല. Because when Jesus touches something, യേശു എന്തെങ്കിലും സ്പർശിച്ചാൽ it is going to result in a miracle. അതൊരു അത്ഭുതമായി തീരും. ഒന്നും കൂടെ പറയാം. Let me say that again. മലയാളികൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. Let me say that again. നിന്റെ കയ്യിൽ എന്തുണ്ട് അത് നീ ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാകണം. Whatever you have in your hand, you should be ready to give it to the hands. എത്ര ഉണ്ടെന്നുള്ളതല്ല വിഷയം. How much you have doesn't matter. ഉള്ളത് നീ തമ്പുരാന്റെ കൈ കൊടുത്താൽ, whatever you have, if you give it to the Lord, കർത്താവ് അതൊന്ന് തൊട്ടാൽ, if our Lord touches അവൻ അത് it, അനുഗ്രഹിച്ചാൽ, if he blesses it, മിച്ചം വരുന്ന രീതിയിൽ അവൻ അത്ഭുതം പ്രവർത്തിക്കാൻ ശക്തനായ ദൈവമാണ്. his wonder will be such that there will be more than enough. ഏലിയാവ് ചെന്നപ്പോൾ ഒരു വിധവയെ കണ്ടു. Eliab saw a widow. Lord sent him there to Zarephath. എന്തു നിന്റെ കയ്യിലുണ്ട്? What do you have? അവളുടെ കയ്യിൽ ഒത്തിരി ഒന്നും ഇല്ലായിരുന്നു. She didn't have much. അല്പമാവും
a little bit of flour, അല്പം എണ്ണയും. a little bit of oil. പക്ഷേ ദൈവത്തിന്റെ അത്ഭുതം അവിടെ എന്താണ് സംഭവിച്ചത്? But the miracle of God, what happened there? ഭരണിയിലെ എണ്ണ തീരാതെ വണ്ണം, Beyond കലത്തിലെ മാവ് തീരാതെ വണ്ണം, the oil in the flask, ക്ഷാമകാലത്ത് മുഴുവൻ during the whole time of famine, പുലർത്തുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ God was able to care for them, provide for them. ദൈവത്തിന് അല്പം കൊണ്ട് അത്ഭുതം ചെയ്യുവാൻ കഴിയുന്ന ദൈവമാണ്. God is able to do miracle even with small നിന്റെ things. പക്കൽ എന്തുണ്ട് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാൽ, Whatever you have, if you give in the hands of God, അതിനെ എടുത്ത് വാഴ്ത്തി വലിയ അത്ഭുതം ചെയ്യുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. our God is mighty to bless that and do great miracle with ഞാൻ that. എന്റെ അസുഖ സമയത്ത് ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത്, When I was during my sickness in hospital, ഒരു ദിവസം രാവിലെ ഞാൻ തന്നെ ബൈബിൾ വായിക്കുകയായിരുന്നു. I was reading the Bible today one ദൈവത്തിന്റെ morning. ആത്മാവിനോട് അത് ശക്തമായി ഇടപെട്ടു. The Spirit of the Lord spoke to me very powerfully. കർത്താവ് അനുഗ്രഹിച്ച അല്ലെങ്കിൽ അപ്പം വാഴ്ത്തി കൊടുത്ത കാര്യത്തെ പറ്റിയായിരുന്നു. And he was talking about our Lord. അന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ച ഒരു കാര്യമുണ്ട്. That morning he spoke about Lord blessing the bread. നിന്റെ പക്കൽ ഒത്തിരി ഒന്നും ഇല്ലെങ്കിലും, Even though you don't have much in your hand, ഒത്തിരി കപ്പാസിറ്റി ഇല്ലെങ്കിലും, you may not have much capacity, നിനക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങൾ ഇല്ലെങ്കിലും, you may not be able to tell about much things about കയ്യിൽ yourself. തന്നാൽ, If you give what you have in my hand, അനുഗ്രഹിച്ചാൽ I will bless that. ആയിരങ്ങൾക്ക് അനുഗ്രഹമായി തീരും. It will be a blessing for thousands. നമ്മുടെ കയ്യിലുള്ള ചെറു ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ, If you give some to what we have to the എന്റെ hands of യേശു God, കർത്താവ് അത് കയ്യിലെടുത്താൽ, if my Lord takes it in his hand, നിന്റെ കയ്യിലുള്ളതിനെ യേശുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ, what you have in your hands, if you ഇന്ന് give it to the പകൽ hands ഞാൻ of ഒരു കാര്യം Jesus. പറയാം. Let me tell this to you today morning. ഈ അഞ്ചപ്പം 2 മീനും കൊണ്ട് മാക്സിമം 2 പേർക്ക് കഴിക്കാൻ പറ്റുമായിരിക്കാം. This 5 loaves of bread and 2 fish, it can feed 2 people. ചിലപ്പോൾ ഒരാൾക്ക് Maybe പറ്റത്തുള്ളായിരിക്കാം. only 1 person can eat that. നിന്റെ കയ്യിലുള്ളത് ഒരാൾക്ക് അല്ലെങ്കിൽ 2 പേർക്ക് ഇനഫ് ആയത് മാത്രമേ ഉള്ളെങ്കിലും, Maybe it is only enough for 1 person or 2 people what എന്റെ you have in യേശു your അതിനെ hand. അനുഗ്രഹിച്ചാൽ, If my Lord blesses നീ you, ആയിരങ്ങൾക്ക് അനുഗ്രഹമായി you തീരും. will be a blessing for thousands. നിന്റെ അല്പം കൊണ്ട് ദൈവത്തിന് ആയിരങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കുവാൻ കഴിയും. The little that you have will be a blessing for thousands in front അതാണ് of എന്റെ Jesus. യേശുവിന്റെ പ്രവൃത്തി. That is the deed of my അപ്പോൾ അത്ഭുതം Jesus. നടക്കണമെങ്കിൽ ഒന്ന് നിന്റെ കയ്യിലുള്ളത് ദൈവത്തിന് കൊടുക്കണം. If a miracle should happen in your life, what you have in your hand should be ഞാൻ given to Jesus. പ്രസംഗിക്കുന്നത് നിന്റെ പണത്തിന്റെ വിഷയമല്ല. I'm not talking about your money. കർത്താവിന് നിന്റെ പണമല്ല വേണ്ടത്. Our Lord doesn't need your നീ money. പണം കൊടുത്താൽ അതിനകത്ത് വ്യവസ്ഥയുണ്ട്. നീ നിന്നെ അനുഗ്രഹിക്കുന്നുള്ളത് അതവിടെ കിടക്കട്ടെ. The money that you give, you will be blessed. That is യേശു the ക്രൂശിൽ principle. മരിച്ചത് നിന്റെ പണത്തിന് വേണ്ടിയല്ല. Jesus did not die for your money. അത് വചനത്തിന് വ്യവസ്ഥയുണ്ട്. The word has a principle for the money. യേശു എന്തിനു വേണ്ടിയാ മരിച്ചത്? But why did Jesus die? നിനക്ക് വേണ്ടിയാ മരിച്ചത്. He died for you. എനിക്ക് വേണ്ടിയാ മരിച്ചത്. He died for me. ഹല്ലേലൂയ. യേശുവിന്റെ അരികിൽ കടന്നു വന്നാൽ, If you come to Jesus, നമ്മളെ തന്നെ we have to deny ourselves. അവന്റെ പിന്നാലെ പിൻപറ്റണം. we have to deny and follow him. അപ്പോൾ ആരെയാണ് കർത്താവിന് ആവശ്യം? എന്താണ് കർത്താവിന് ആവശ്യം? Whom does God need? What does God need? കർത്താവിന് വേണ്ടത് സക്കായിയുടെ പണമല്ല, കർത്താവിന് വേണ്ടത് സക്കായി ആയിരുന്നു. Lord does not need the money of Zacchaeus, but he needs Zacchaeus യേശു himself. താഴെ വരാൻ പറഞ്ഞിട്ട് സക്കായുടെ കൂടെ വീട്ടിൽ എന്തിനാ പോയെന്ന് അറിയാമോ? Why did Jesus ask Zacchaeus to come down ഇന്നത്തെ and go to his കാലമാണെങ്കിൽ home? യേശുവിന് നന്നായിട്ട് അറിയാം ഇത് നാളെ വൈറലാകാൻ പോകുന്ന വീഡിയോയാ. If it is today's age, Jesus will know that this is going to be video, it's going to be viral. യേശു ചുങ്കക്കാരന് അല്ലെങ്കിൽ പാപിയായ സക്കായുടെ വീട്ടിൽ അത്താഴം കഴിക്കാൻ പോയെന്നുള്ള ന്യൂസ് ആയിരിക്കും നാളത്തെ മീഡിയയിൽ വരുന്നത്. Jesus went to the Pharisees' house, he went to the sinner's house. That will be the front news in പക്ഷേ media. യേശുവിന് അത് വിഷയമല്ലായിരുന്നു. But that was not that did not യേശുവിന്റെ matter. വിഷയം സക്കായിയുടെ പണമല്ലായിരുന്നു. It was not the money that mattered for യേശുവിന്റെ വിഷയം Jesus. സക്കായിയുടെ വീട്ടിൽ രക്ഷ വരണമെന്നുള്ളതായിരുന്നു. What mattered for Jesus was the salvation, the house of Zacchaeus. രക്ഷ സക്കായിയുടെ ഭവനത്തിൽ വന്നു. And that day salvation came in the house of Zacchaeus. യേശുവിന് ആരെയാണ് ആവശ്യം? Whom does Jesus need? യേശുവിന് നമ്മളെയാണ് ആവശ്യം. Jesus needs you and I. ഇന്ന് നമ്മുടെ കപ്പാസിറ്റി ഒരാളെ പോലും സ്പർശിക്കാൻ അല്ലെങ്കിൽ ഒരാളെ പോലും ഇമ്പാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒരു പക്ഷേ ഇന്ന് നമുക്ക് കാണത്തില്ല. Today we may not have the ability to even touch one person. പക്ഷേ നീ നിന്റെ ജീവിതത്തെ യേശുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചാൽ, But if you submit your life to Jesus, നിന്നിൽ കൂടെ ആയിരങ്ങളെ അനുഗ്രഹിക്കാൻ ദൈവം ശക്തനായ Jesus ദൈവമാണ്. will be able to bless thousands through your life. സന്തോഷമുള്ളവർ മാത്രം ഇത് കർത്താവിന് സ്തോത്രം All those ചെയ്യട്ടെ. who are joyful, thank the Lord. അപ്പോൾ അത്ഭുതം നടക്കണമെങ്കിൽ ആദ്യമേ എന്ത് ചെയ്യണം? നിന്റെ കയ്യിലുള്ളത് ദൈവത്തിന് കൊടുക്കണം. First thing for a miracle to happen is what you have in your നമ്മുടെ hands. പ്രശ്നം എന്താണെന്നറിയാമോ? But our problem is, കർത്താവേ നീ എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാം. we'll say, Lord, if you give me, I will do. ഒത്തിരി പേർ അവരുടെ ജീവിതം വേസ്റ്റ് ആക്കി കളയുക. People are wasting their life because of കാരണം അവർ this. വിചാരിക്കുന്നത് അവരുടെ എല്ലാ പ്രശ്നവും പരിഹാരം ഉണ്ടായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന്. Because they are thinking once all their problems are solved, then they'll നിന്റെ start doing പ്രശ്നം something. സോൾവ് ആകത്തില്ല,
വിഷയത്തിന് പരിഹാരം ഉണ്ടാകത്തില്ല. Your problems will not be solved, and you'll not be blessed either. നീ ഒന്നും ചെയ്യാനും പോകുന്നില്ല. You'll not be do anything either. ഒഴുക്കുള്ളപ്പോൾ തന്നെ വിശ്വാസത്താൽ കാൽച്ചൂട് എടുത്ത് വെക്കാൻ കർത്താവ് പറഞ്ഞെങ്കിൽ കാൽച്ചൂട് എടുത്ത് വെക്കണം. ഒഴുക്ക് നിർത്താൻ ദൈവം ശക്തനാണ്. Even when there is flowing water, if God asked you to put your foot forward, ഞങ്ങളുടെ you should do അപ്പച്ചന്മാരുടെ that. കാലത്ത് വെള്ളം നിന്ന് കഴിഞ്ഞാണ് ചെങ്കടൽ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചെങ്കടൽ കൂടെ പോയെന്നും പറഞ്ഞ് നീ നിന്നാൽ നീ ആയുഷ്കാലം മുഴുവൻ നിൽക്കും. യോർദാൻ നിൽക്കണമെങ്കിൽ പുരോഹിതന്മാരുടെ കാൽപാദങ്ങൾ വെള്ളത്തിൽ തൊട്ടേ പറ്റത്തുള്ളൂ. If you say that in our parents' time we crossed only after the Red Sea stopped, and we'll only do that in Jordan, you will stand before Jordan, never cross it. കറക്കം നിന്നിട്ട് മുമ്പോട്ട് പോകാൻ നിന്ന് ചിന്തിച്ചാൽ നീ കറങ്ങിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. നീ മുമ്പോട്ട് പോകാൻ കാൽച്ചോട് എടുത്ത് വെക്ക, നിന്റെ കറക്കം മാറും. അവിടെ ഉണ്ട്. If you're stuck in a place, you think that you're stuck, don't stay there. Take a step forward and you will move forward. നീ അറച്ച് പേടിച്ച് നിന്നാൽ നീ അവിടെ തന്നെ നിൽക്കത്തുള്ളൂ. വിശ്വാസത്തിന്റെ കാൽച്ചോടുകൾ നീ മുമ്പോട്ട് എടുത്ത് വെച്ചാൽ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. If you are stuck, if you are afraid and stagnated at one point, take a step of faith and God will lead you to better. ഒന്നാമത്തെ വിഷയം, അത്ഭുതം നടക്കണമെങ്കിൽ നീ നിന്റെ പക്കലുള്ള ദൈവത്തിന്റെ കൈ കൊടുക്കണം. First point about a miracle to happen is what you have in your hand should be given to Jesus. രണ്ടാമത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. Second is a simple point. നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം കാണണമെങ്കിൽ if there should be a miracle in your life, കർത്താവ് പറയുന്ന അതുപോലെ അങ്ങ് ചെയ്യണം. you should do exactly what Jesus tells you to do. ഈ entire portionൽ യേശു രണ്ട് വാചകങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. In this portion, when we read, Jesus said only two things. രണ്ട് കാര്യം മാത്രം പറഞ്ഞു. രണ്ട് സ്റ്റേറ്റ്മെന്റേ പറഞ്ഞിട്ടുള്ളൂ. He made only two statements. യേശുവിന്റെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, where will we buy bread so that these people can eat. യേശുവിന്റെ ഒന്നാമത്തെ വാചകം ഈ വലിയ പുരുഷാരത്തെ കണ്ടിട്ട് അവർക്ക് ഭക്ഷണം എവിടെ നിന്ന് തിന്നുവാൻ കൊടുക്കുമെന്നായിരുന്നു. That was his first statement. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അതായിരുന്നു ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് 10ാം വാക്യത്തിൽ. The second statement is in verse 10. Have the people sit down. ആളുകളെ ഇരുത്തുവീൻ. പിന്നെ മൂന്നാമത് ഒരു സ്റ്റേറ്റ്മെന്റ്, അത് അത്ഭുതം നടന്നു കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞു, കളക്ട് the leftovers and nothing is wasted. മൂന്ന് കാര്യങ്ങളാണ് കർത്താവ് ടോട്ടലി പറഞ്ഞത്. രണ്ട് കാര്യം അത്ഭുതത്തിന് മുമ്പ് പറഞ്ഞത്. Two things before the miracle and one after the miracle, which was to collect all the leftover food. അത്ഭുതത്തിന് മുമ്പ് നടന്ന ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, ഇവർക്ക് ഇത്രയും പേർക്ക് എങ്ങനെ നമ്മൾ കഴിക്കാൻ കൊടുക്കുന്ന, ആര് പോയി ബ്രെഡ് വാങ്ങിക്കുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. The first statement was who will and how will. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ഇവരെ ഇരുത്താൻ പറഞ്ഞു. The second statement was to make them sit. ഇന്നത്തെ പത്രോസും അന്ത്രയോസും ആയിരുന്നെങ്കിൽ, if the disciples Peter and Andrew കമ്മിറ്റ് കൂടിയാനെ, they would have thought, if it was for today's people, they would have thought. തീർന്നില്ല. നാട്ടിലെ ഭാഷയിലൊക്കെ നോട്ടി പറഞ്ഞില്ല, സെന്ററിൽ പോയെന്നെ. And talking in terms, സെന്ററിൽ ഒതുങ്ങിയില്ല, അങ്ങ് കേന്ദ്രത്തിൽ പോയെന്നെ. will have the discussion in the local church and then go to അപ്പമില്ലാതെ മനുഷ്യരെ പിടിച്ചിരുത്താൻ പറയും. മനുഷ്യരെ കളിയാക്കാൻ പോവാണോ എന്ന് ചോദിച്ചോണ്ട്. And they will ask, without the bread, how will we ask people to sit? Are you teasing us? പത്രോസ് എല്ലാവരും ഉണ്ടല്ലോ, ശിഷ്യന്മാരെല്ലാവരും ഉണ്ടല്ലോ. All the disciples are there. പത്രോസ് യൂദാ പറഞ്ഞു കാണും ചിലപ്പോ. Judas might have said this. പറയുന്നത് കേട്ടോ, അടി കൊള്ളാൻ റെഡി ആയിക്കോളാൻ പറഞ്ഞു. I also heard this. Get ready to be beaten by the people. അപ്പം നമ്മുടെ ഞാനിങ്ങനെ ചിന്തിക്കുക, അന്ത്രയോസും ഫിലിപ്പോസും ഒക്കെ പറയാം, നമുക്കെന്നാ പിടിച്ചങ്ങ് ഇരുത്തിയ, കർത്താവ് പറഞ്ഞല്ലേ ഇരുത്തിയേക്കാന്ന് പറയുമ്പോൾ ചിലവന്മാർ ബാക്കിൽ നിന്ന് പറഞ്ഞു കാണും, ഇരുത്തിക്കോ, നിങ്ങൾ കർത്താവ് പറഞ്ഞോ കേട്ടോ, ബാക്കി പുറകാലം അടി കൊള്ളാനും കൂടെ റെഡി ആയിക്കോളാം. അവർ പണ്ട് നേരത്തെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പല ഭാഗത്തും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. Let us imagine that Philip and Andrew is asking people to sit, but some of the disciples are standing back and saying, okay, let's do all these things, but get ready to be beaten by the people. അപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലാകുമെന്ന് പറയും. We'll understand what happened. പണ്ടും അങ്ങനെ ആയിരുന്നു, ഇന്നും അങ്ങനെ തന്നെ. The disciples at that time also and even now are like that. ഉത്സാഹത്തോടെ മുമ്പോട്ട് പോകുന്നവരോട് പറയും. There are some who will go forward with zeal. നോക്കാം, പാസ്റ്റർ പറയുന്നൊക്കെ പറഞ്ഞ് എടുത്ത് ചാടിക്കോ, ചാടി കഴിഞ്ഞ അവസാനം കുഴി ചാടുമ്പം പറയാം. There will be some who will stand back and say, okay, you go, you follow whatever the pastor says, but when you fall into ശിഷ്യന്മാർ പറഞ്ഞാൽ എടുത്ത് ചാടിക്കോ, കർത്താവ് പറഞ്ഞ പോലെ എല്ലാം ചെയ്തു. ആകപ്പാടെ നമ്മുടെ 5 അപ്പം ഉണ്ട്, 2 മീനും ഉണ്ട്, എന്നിട്ട് ഇത്രയും വലിയൊരു പുരുഷാരത്തെ ലൈനിൽ ഇരുത്താൻ പറഞ്ഞിരിക്കുകയാണ്. ബാക്കി നമുക്ക് പിന്നെ കാണാം. All you have is 5 loaves of bread and 2 fishes. Do whatever you want to do. Let's see what അത്ഭുതത്തിന്റെ happens. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താന്ന് ചോദിച്ചാൽ, the second step of a miracle, നീ അൺകണ്ടീഷണൽ ആയിട്ട് അനുസരിക്കണം പറയുന്നത്. You should obey unconditionally. Unconditional obedience. വ്യവസ്ഥകളില്ലാത്ത പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്തായിരിക്കും. Sometimes it will not be logical to our minds. നമുക്ക് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലായിരിക്കും. Sometimes we may not be able to understand that. ചിലപ്പോൾ 100% പൊട്ടത്തരമായിരിക്കും. It may be totally foolish. നമ്മുടെ മനസ്സിൽ in our logic it will be നീ അത് foolish. ചെയ്യാൻ ഒരുങ്ങിയാൽ, But if you're ready to do it, ദൈവം അത്ഭുതം ചെയ്യാൻ ശക്തനാണ്. our Lord is ready to do. ബുക്കിന്റെ പേര് ഓർമ്മ, ഒരിക്കലും ഒരു ദേവദാസൻ ഇങ്ങനെ തന്റെ അനുഭവം പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു. Once a man of God said അദ്ദേഹം ഒരു testimony like നമ്മുടെ വാഷിംഗ്ടൺ DC ക്യാപിറ്റൽ സിറ്റിയിൽ തന്നെ
ഒരു പ്രവർത്തനം ആരംഭിച്ചപ്പോൾ he started a ministry in Washington DC. അദ്ദേഹം അവിടെ നടന്ന് പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് പറഞ്ഞു. The Lord asked him to go around, walk and pray. എല്ലാ ദിവസവും അദ്ദേഹം ചുറ്റി നടന്ന് പ്രാർത്ഥിക്കുക. He started walking around and praying. ഒരു ബാറിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. And ഒരു ബാറിന്റെ സൈഡിൽ പോയി ചുറ്റി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. he was asked to go around a bar and a pub and pray. ചില കാര്യങ്ങൾ പുള്ളി പറഞ്ഞത് കേട്ടാൽ നമുക്കും തോന്നും എടാ ഇത് എന്തോ ഈ കാണിക്കുന്നതെന്ന്. Certain things that he is telling from his experience, if we listen പിൻകാലങ്ങളിൽ അറിയണം എന്തായെന്ന്. പുള്ളി പ്രാർത്ഥിച്ച പല ബാറുകളും പുള്ളിയുടെ ചർച്ചിന്റെ ബ്രാഞ്ച് ചർച്ചസായി മാറി. Many pubs became branch churches of his church. ആയിരങ്ങൾ കൂടുന്ന ഒരു ദൈവത്തിന്റെ സഭ അവിടെ എഴുന്നേറ്റു. Thousands and thousands of people are gathering together as a church. ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട് പറയാൻ. എങ്കിലും ഞാൻ പറയട്ടെ, ചിലപ്പം കർത്താവ് പറയുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ അളന്നാൽ അതിനകത്ത് ഒരു അർത്ഥവും മനസ്സിലാകത്തില്ല. There are many such examples, but if we apply logic into what our Lord says, there may be many things which പക്ഷെ കർത്താവ് പറയുന്ന ആയിരിക്കണം. But it should be what our Lord says. അതും പറയട്ടെ, ചിലരുണ്ട് മനസ്സിൽ തോന്നുന്നൊക്കെ കർത്താവ് പറയുന്നതെന്നും പറഞ്ഞു വരും. There are some who will think themselves and come and say that it's what Lord said. ചിലർ മനസ്സിൽ തോന്നുന്നതെല്ലാം ദൈവം പറഞ്ഞതാ. Whatever they thought, they'll feel that it's what Lord said. എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ this is my understanding. അന്ത്യന്യായവിധിയിൽ in the final judgment, ഏറ്റവും വലിയൊരു പ്രശ്നം സംഭവിക്കാൻ പോകുന്നത്, a biggest problem that's going to happen, പരിശുദ്ധാത്മാവും കർത്താവ്, ഞാൻ എൻ്റെ ഒരു നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പറയാൻ പോവാ. I'm going to try to describe പരിശുദ്ധാത്മാവും കർത്താവും കൂടെ നിന്ന് പലരോട് ചോദിക്കാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. Jesus and Holy Spirit will stand and ask എൻ്റെ പേര് പറഞ്ഞ് വെറുതെ വ്യാജം പറഞ്ഞുകൊണ്ട് എന്തിനാ നീ പലതും പറഞ്ഞെന്ന്. Why did you use my name and did a lot of fake things? നിനക്ക് എന്തെങ്കിലും സാധിക്കണമെങ്കിൽ നിന്റെ അഭിപ്രായമായിട്ട് അങ്ങ് പറഞ്ഞാൽ പോരാ, അതിൻ്റെ അകത്ത് നീ എന്തിനാ എൻ്റെ പേര് ഉപയോഗിച്ച് വ്യാജം പറഞ്ഞെന്ന്. If you wanted to do something, why did you not use it as your own opinion? Why did you use my name? എനിക്ക് കസാരയുടെ കളർ റെഡാ ഇഷ്ടപ്പെട്ടില്ല, നീലയാക്കണമെങ്കിൽ ഞാനങ്ങ് പറഞ്ഞ പോലെ ഇത് നീല നല്ലതാന്ന്. ഞാൻ കർത്താവ് എന്നോട് പറഞ്ഞു ഈ റെഡ് കസാരയല്ല നീലയാക്കണമെന്ന്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ നടക്കുന്നത്. If you want to change the color of the chairs to red, you should say that as your own opinion. Why should you say that Lord asked you to do it? അപ്പോൾ അതിന്റെ മറുവശം പറയാം. കർത്താവ് പറഞ്ഞാൽ ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിച്ച് ശരിക്കും ആത്മനിയോഗത്തോടെ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ, the other side is if Lord gave you this, told you something after being in the presence of God and listening from God. ചിലർ ഉടായിപ്പ് കാണിച്ചിട്ടും പറയും കർത്താവ് പറഞ്ഞു. Some people will do certain things, certain wrong things and still say Lord said. ചിലപ്പോൾ അവര് തന്നെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിട്ട് പറയും കർത്താവ് പറഞ്ഞെന്നും പറഞ്ഞു. They themselves will do certain things and will say Lord asked me to do. പക്ഷെ അത്ഭുതം കാണണോ? But if you want to see a miracle, കർത്താവ് പറഞ്ഞ അനുസരിക്കുക. Then obey what Lord said. രണ്ട് കാര്യം പറഞ്ഞു, സിമ്പിൾ രണ്ട് കാര്യങ്ങൾ. There are two things, very simple two things. ഒന്ന്, നിന്റെ കയ്യിലുള്ളത് കർത്താവിന്റെ കൈ കൊടുക്കുക. Number one, whatever you have in your hand, give it to the Lord. സാരമില്ല, കൊടുക്കുക. Even if you don't have much, give. കർത്താവ് അതിനെ ഒന്ന് അനുഗ്രഹിച്ചാൽ, if he blesses it, അത് 5,000 അല്ല 10,000 അല്ല 20,000 വേണമെങ്കിലും ഒരു അനുഗ്രഹമാക്കി ദൈവത്തിന് മാറ്റാൻ കഴിയും. It may be 5,000, maybe 10,000, it may be 20,000. The history of missions is a history of people who threw themselves unconditionally at the feet of Jesus and who took the step of faith in obedience. മിഷൻസിന്റെ മിനിസ്ട്രിയുടെ ചരിത്രം നാം വായിക്കുകയാണെങ്കിൽ മനസ്സിലാകും, വ്യവസ്ഥകളില്ലാതെ അവരുടെ ജീവിതങ്ങളെ യേശുക്രിസ്തുവിന്റെ പാദപീഠത്തിൽ സമർപ്പിച്ചവരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. So two things, രണ്ട് കാര്യങ്ങളാണ്. There are two things. ഒന്ന്, what is the first thing? ഒന്നാമതായിട്ട്, give what you have at the hands of Jesus. നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അത് യേശു. Number two, obey what he tells you. യേശു എന്ത് പറഞ്ഞാലും അതനുസരിക്കുക. Now then what happens is, after everybody is fed, എല്ലാവരും ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ, how many baskets were left? എത്ര കുട്ട ബാക്കിയുണ്ടായിരുന്നു? 12 baskets were left. 12 കുട്ട. How many disciples were there? എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു? 12 disciples. So each got one basket of bread for themselves. ഓരോ ശിഷ്യന്മാർക്കും ഓരോരോ കുട്ട വീതം ലഭിച്ചു. Amen. When Jesus blesses, യേശു അനുഗ്രഹിക്കുമ്പോൾ, there will be leftover. ബാക്കി വരും വരെ ഉണ്ടാകും. He presses and he gives. യേശു നിറച്ചു നൽകും. There will not be scarcity. കുറവൊരിക്കലും ഉണ്ടാകുകയില്ല. There will not be scarcity. കുറഞ്ഞു പോവുകയില്ല. Hallelujah. When you believe, നീ ദൈവത്തെ വിശ്വസിച്ചാൽ, when you believe in Jesus, കർത്താവ് അനുഗ്രഹിച്ചാൽ, when Lord blesses you, മിച്ചം വരും. there will be more than enough. അവിടെ ദാരിദ്ര്യമല്ല. There won't be any scarcity. അല്ലെങ്കിൽ അവസാനത്തെ പീസ് കഴിയുമ്പോൾ കുറച്ച് പേര് ഇച്ചിരൂടെ കിട്ടിയ നല്ല എന്നുള്ള മിച്ചം വരുത്തക്ക രീതിയിൽ ദൈവം അനുഗ്രഹിച്ചാൽ അത്ഭുതം നടക്കും. It won't be a situation where people will come and ask for more. It will be an overflowing experience where there will be more than enough. കർത്താവ് പറഞ്ഞു, ലെഫ്റ്റ് ഓവർ ഒന്നും വേസ്റ്റ് ആക്കി കളയണ്ട, എല്ലാം കളക്ട് ചെയ്തോളാൻ പറഞ്ഞു. Jesus said, don't waste any of the leftovers, collect everything. അവര് എല്ലാം കൂടെ കളക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് 12 കൊട്ടയുണ്ട്. They had 12
leftover baskets left. ഇതെല്ലാം കണ്ടപ്പോൾ കർത്താവ് ഈ ജനമെല്ലാം കൂടെ പറഞ്ഞു ഇവൻ ശരിക്കും പ്രവാചകൻ. This is truly a prophet. And when all this happened, the people around him said, Jesus is truly a prophet. അപ്പോൾ തന്നെ then they realized, when Jesus realized that they had come to take him by force to make him king, he withdrew again to the mountain by himself. അവർ വന്ന് യേശുവിനെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ചു മലയിലേക്ക് വാങ്ങിപ്പോയി. This morning I want to tell you, ഞാൻ പറയട്ടെ, success did not deviate Jesus from his primary mission. യേശു ക്രിസ്തുവിന്റെ പരമമായ ഉദ്ദേശത്തിൽ നിന്ന് വിജയം തന്നെ വഴിമാറ്റുവാൻ ഇടയായില്ല. Again and again Jesus proved it through his life. വീണ്ടും വീണ്ടും യേശു തന്റെ ജീവിതത്തിലൂടെ അത് തെളിയിക്കുകയാണ്. When you look at the തെളിയിക്കുകയാണ്. temptation of Jesus, യേശുക്രിസ്തുവിന്റെ പരീക്ഷയെ നാം പഠിച്ചാൽ every time there was an offer presented to him. ഓരോ പ്രാവശ്യവും തനിക്ക് തന്നെ He മുൻപിൽ got ഒരു a കാര്യം big വെക്കുകയാണ്. offer. തനിക്കൊരു വലിയ ഓഫർ ലഭിക്കുകയാണ്. Entire thing will be given to you. ഇതൊക്കെയും കാണുന്നതൊക്കെയും നിനക്ക് നൽകാം. He said no. യേശു പറഞ്ഞു വേണ്ട. Here they want to make him king. ഇവിടെ തന്നെ രാജാവാക്കുവാൻ അവിടെ Jesus ജനം understood ആഗ്രഹിക്കുന്നു. it. യേശു അത് മനസ്സിലാക്കി. He went away from there. താൻ മലയിലേക്ക് He withdrew വാങ്ങിപ്പോയി. again to mountain by himself. താൻ മലയിലേക്ക് വാങ്ങിപ്പോയി Because തനിച്ച്. he was focused on the mission God had given to him. ദൈവം തനിക്ക് നൽകിയ ആ ദൗത്യ ആ First time ഉദ്ദേശത്തിലേക്ക് Jesus did not come to become the king. യേശു ആദ്യം വന്നത് He is the രാജാവാകുവാനല്ല. King of kings. യേശു രാജാതി രാജാവാണ്. But he did not come to become the king and rule at that time. യേശു ആ സമയത്ത് വന്നത് രാജാവായി He വാഴുവാനല്ല, came to die for humanity. മനുഷ്യന് വേണ്ടി മരിക്കുവാനാണ് യേശു വന്നത്. He came to die for humanity. മനുഷ്യരാശിക്ക് വേണ്ടി മരിക്കുവാൻ. So what happens here? എന്താണ് സംഭവിക്കുന്നത്? He withdraws himself so that he can be focused and accomplish the mission with which he came into this world. താൻ വന്ന ആ ദൗത്യം നിവൃത്തീകരിക്കുവാൻ വേണ്ടി യേശു വാങ്ങിപ്പോയി. We should have a clarity about what is the mission of our life. നമ്മുടെ ജീവിതത്തിന്റെ ദൗത്യം എന്താണ്, മിഷൻ എന്താണ്, What is the purpose? നമുക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടാകണം. എന്താണ് നമ്മുടെ We should ഉദ്ദേശം? not get distracted. നാം അതിൽ നിന്ന് നമ്മുടെ ചിന്ത That is what വിട്ടുപോകരുത്. Jesus teaches us. യേശുവിന്റെ ജീവിതത്തിലൂടെ നമ്മൾ അതാണ് If he പഠിക്കുന്നത്. would have allowed, they would have made him a king. യേശു അവിടെ സമ്മതിച്ചിരുന്നെങ്കിൽ രാജാവാകുമായിരുന്നു. Because they were seeing the miracle. അവിടെ ജനം അവിടെ അത്ഭുതങ്ങൾ കാണുന്നു. 5 bread and 2 fish feeding 5,000 nobody has done, so this man needs to be a king. ഇങ്ങനെ ഒരു പ്രവൃത്തി ഇതുവരെ ആരും കണ്ടിട്ടില്ല, ഇവനെ രാജാവാക്കണം. But I don't know what their intention was. അവരുടെ ഉദ്ദേശം എന്തെന്ന് Some എനിക്കറിയില്ല. they might have thought, ചിലർ ഇങ്ങനെ ആയിരിക്കും if ചിന്തിച്ചത്, Jesus becomes the king, യേശു രാജാവായാൽ we will not have to work anymore. ഇനി നമ്മൾ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. We just need, for our kingdom, we just need 5 loaves of bread and 2 fishes. രണ്ടപ്പവും അഞ്ചപ്പവും Every day 2 മീനും Jesus ഉണ്ടെങ്കിൽ അത് can മതി. bless it and that will be enough for us. നാം ഒരിക്കലും ഇനി വിശന്നു പോകില്ല, We ജോലി will ചെയ്യേണ്ട not ആവശ്യമില്ല. have to deal with any of our food problem. നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി ഇനി നാം ചിന്തിക്കേണ്ട ആവശ്യമില്ല. There are 3 primary needs of a man. ഒരു മനുഷ്യന് 3 പ്രധാനമായ ആവശ്യമുണ്ടല്ലോ. Roti, kapda or makan. ഭക്ഷണം, വസ്ത്രം, Bread, clothing and housing. Food, clothing and housing. ഭക്ഷണം, വസ്ത്രം, കൂര. I know it throws off when you say Hindi in the middle, right? But roti, kapda, makan is a famous phrase. Okay, so, but, they might have thought that if Jesus is our king, യേശു he will രാജാവായിരുന്നെങ്കിൽ, he will provide everything for us. യേശു രാജാവായാൽ ഇതെല്ലാം തരുമെന്ന് അവർ കരുതിയിട്ടുണ്ടാകാം. But they did not realize one thing. എന്നാൽ അവർക്ക് ഒരു കാര്യം Jesus did not come to give them roti, kapda, makan alone. He came to give them eternal salvation. അവർക്ക് ഭക്ഷണം കൊടുക്കുവാനോ വസ്ത്രം കൊടുക്കുവാനോ കൂര കൊടുക്കുവാനോ മാത്രമല്ല അപ്പോൾ വന്നത് നിത്യജീവൻ നൽകുവാൻ You need വേണ്ടി. a job, it is good. ജോലി വേണമെങ്കിൽ നല്ലതാണ്. You needed a visa, it is good. വിസയുടെ ആവശ്യമുണ്ടെങ്കിൽ നല്ലതാണ്. You needed some blessings in your life, that is okay. നിങ്ങൾക്ക് ജീവിതത്തിൽ ചില But അനുഗ്രഹങ്ങൾ understand വേണം. something today morning. എന്നാൽ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക, Jesus did not come just to give you that. യേശു അത് നൽകുവാൻ വേണ്ടി മാത്രമല്ല He came വന്നത്. to give you life, abundant life. He came to give you eternal life. യേശു വന്നത് നിത്യജീവൻ നൽകുവാൻ വേണ്ടിയാണ്. He did not come to solve your temporary problems. ചെറിയ He came to solve your eternal problem. ഈ ലോകത്തിലുള്ള ആവശ്യങ്ങൾ What is our eternal problem? നിത്യത്തിലുള്ള ആവശ്യം എന്താണ്? Bible says it is appointed for man to die once and then to face judgment. വചനം പറയുന്നു ഒരു നാൾ മനുഷ്യൻ മരിക്കുവാൻ അയക്കുന്നു, അതിന് ശേഷം If you die without Jesus, you will be lost forever. യേശു ഇല്ലാതെയാണ് മരിക്കുന്നതെങ്കിൽ But നഷ്ടപ്പെട്ടു if you പോകും. die with Jesus, യേശുവിൽ നാം if മരിച്ചാൽ, you receive Jesus Christ as your personal savior, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചാൽ, if you give your life to Jesus, യേശുവിൽ നമ്മുടെ ജീവനെ കൊടുത്താൽ, you will have an eternity with Jesus. യേശുവിനോടുകൂടെ നമുക്കൊരു നിത്യത ഉണ്ടാകും. He was focused upon his mission. തന്റെ ദൗത്യത്തിന് വേണ്ടി യേശു ക്രിസ്തു താൻ I'm going to ശ്രദ്ധയുണ്ടായിരുന്നു. stop there. ഞാൻ അവിടെ അവസാനിപ്പിക്കട്ടെ. I will get to the
protector part maybe next week. നാം അടുത്ത ഭാഗം അടുത്ത ആഴ്ച നമുക്ക് Let's ചിന്തിക്കാം. cut short into the fact that Jesus is our provider. യേശു നമ്മുടെ ദാതാവാണ്, നമ്മൾക്ക് വേണ്ടി കരുതുന്നവനാണ്. He is our provider. യേശു നമ്മുടെ ദാതാവാണ്. He cares for us. യേശു നമുക്ക് വേണ്ടി When കരുതും. Jesus cares for us, യേശു നമുക്ക് വേണ്ടി He കരുതുമ്പോൾ has a plan for us. യേശു നമുക്കൊരു പദ്ധതി ഒരുക്കും. Irrespective of the opinions of this world, ഈ ലോകം എന്ത് പറയുന്നുള്ള വിഷയമല്ല. irrespective of the scarcity in this world, ഈ ലോകത്തിലെ ക്ഷാമങ്ങൾ വിഷയമല്ല. job market may be not, maybe maybe bad. ജോലിയുടെ അവസ്ഥ പ്രശ്നമായിരിക്കാം. Everything may be the market may be looking very bad. ഈ ലോകത്തിലെ കാര്യങ്ങളെല്ലാം അത് നന്നായിട്ട് If തോന്നുന്നില്ല. Jesus can turn 5 bread and 2 loaves into 5,000, how much of a feed 5,000 people, how much more He can do for you and me. യേശുവിന് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം Do ചെയ്യുവാൻ not കഴിയും? look at what you have. എന്തുണ്ട് എന്ന് നോക്കരുത്. Just give what you have at the hand of Jesus. നിങ്ങൾക്കുള്ളത് എന്തായാലും യേശുവിന്റെ Obey what Jesus says. യേശു പറയുന്നത് അനുസരിക്കുക. Just to take the step of faith, വിശ്വാസത്തിന്റെ കാൽച്ചുവടുകൾ വയ്ക്കുക. you are going to recognize that there will be leftovers. ബാക്കിയുണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാകും. God will provide you leftovers. ഈ ദൈവം നമുക്ക് കൂടുതൽ, But always be focused upon the mission. എന്നാൽ നമ്മുടെ ദൗത്യത്തിൽ നമ്മുടെ ശ്രദ്ധ വയ്ക്കുക. He is our provider. കർത്താവാണ് നമ്മുടെ Jehovah ദാതാവ്. Jireh. യഹോവ ഇരേ. I don't know how you feel about it. അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നത് But even എനിക്കറിയില്ല. when I speak and preach about it, ഞാനത് പ്രസംഗിക്കുമ്പോൾ my heart rejoices over that fact. എന്റെ ഹൃദയം ആനന്ദിക്കുകയാണ് ആ As Jesus വിഷയത്തെ. was sitting on that mountain, ആ മലയുടെ മുകളിൽ the യേശു ഇരുന്നപ്പോൾ disciples are sitting along with him. ശിഷ്യന്മാർ തന്റെ അടുക്കൽ From a ഇരിക്കുന്നു. far distance, he sees a crowd coming towards ഒരു വലിയ him. പുരുഷാരം തന്റെ അടുക്കൽ വരുന്നു. Hallelujah. His first concern was not to preach to them. He preached to them definitely. He taught them for sure. അവരെ യേശു പഠിപ്പിച്ചു, അവരോട് യേശു പ്രസംഗിച്ചു. എന്നാൽ But he was അതായിരുന്നില്ല also ആദ്യത്തെ ചിന്ത. concerned, what are they going to eat? അവരെന്ത് കഴിക്കുമെന്നുള്ളത് യേശുവിന് വിഷയമായി. He was concerned that how are we going to provide food for them? അവർക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കുമെന്ന് യേശു He ചിന്തിച്ചു. made provision for them to be well fed. അവർ നല്ല ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി യേശു അവർക്ക് വേണ്ടി കരുതി. Jesus did not allow them to go empty handed. അവർ വെറും കൈയോടെ പോകുവാൻ യേശു അനുവദിച്ചില്ല. Jesus did not allow them to go with an empty stomach. ഒഴിഞ്ഞ വയറോടുകൂടെ പോകുവാൻ യേശു അവരെ He did അനുവദിച്ചില്ല. not allow them to go hungry. അവിടെ വിശപ്പോടുകൂടെ പോകാൻ സമ്മതിച്ചില്ല. They might have come to Jesus with hunger. യേശുവിന്റെ അടുക്കൽ വിശപ്പോടുകൂടെ They ആയിരിക്കും might have വന്നത്. come to Jesus with problems. പ്രശ്നങ്ങളോടുകൂടെ ആയിരിക്കും They യേശുവിന്റെ might അടുക്കൽ have come വന്നത്. to Jesus with challenges in their life. അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധിയോടുകൂടെ ആയിരിക്കും അവർ They യേശുവിന്റെ might have അടുക്കൽ come to വന്നത്. Jesus with an empty pocket. അവർക്ക് പണമൊന്നുമില്ലാതെ ആയിരിക്കും യേശുവിന്റെ They മുന്നിൽ might have വന്നത്. come to Jesus with lot of tensions in their mind. അവരുടെ ജീവിതത്തിൽ ഒരുപാട് ടെൻഷനുകളോടെ ആയിരിക്കും But അവർ വന്നത്. Jesus took care of their physical need also. യേശു അവരുടെ ഭക്ഷണത്തിന്റെ ആവശ്യം യേശു അവിടെ നിറവേറ്റി. He cared for them. അവർക്ക് വേണ്ടി യേശു കരുതി. He will care for you. യേശു നിങ്ങൾക്ക് വേണ്ടി യേശു Like a കരുതും. mother cares for her son, ഒരു മാതാവ് തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുന്നത് പോലെ He will care for you. യേശു നമുക്ക് വേണ്ടി What കരുതും. is the love of mother? ഒരു മാതാവിന്റെ സ്നേഹം എന്താണ്? Let me tell you one story. ഞാനൊരു കഥ പറയട്ടെ. In a place, ഒരു സ്ഥലത്ത് there was a lot of poverty. ഒരു ദരിദ്രം നിറഞ്ഞ സ്ഥലത്ത് And this mother had a few chickens in their home. ചില കോഴികൾ ഒരു മാതാവിനുണ്ടായിരുന്നു. And she had 4 kids. 4 കുഞ്ഞുങ്ങളും. And there is nothing to eat. കഴിക്കുവാനൊന്നുമില്ല. So I think 6 kids actually. 6 കുഞ്ഞുങ്ങൾ. Or 4 or 5 or 6 kids. I don't know. 5 or 6 kids. 5 6 കുഞ്ഞുങ്ങൾ. And what happens? എന്താണ് സംഭവിച്ചത്? That day 2 eggs. She gets 2 eggs. ആ ദിവസം 2 മുട്ട കിട്ടി. She boils those eggs. ആ 2 മുട്ട താൻ പുഴുങ്ങി. She divides those 2 eggs into two parts. Like if the 4 kids were there, she divides into 4 or two parts, half 4 pieces. 4 കുഞ്ഞുങ്ങളാണുണ്ടെങ്കിൽ ആ മുട്ടയെ 2 ആയിട്ട് താൻ. She goes hungry, but she feeds the kids. താൻ വിശന്നു, എന്നാൽ ആ കുഞ്ഞുങ്ങൾക്ക് താൻ ഭക്ഷണം കൊടുത്തു. Because the mother cares for her children. ആ മാതാവ് തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി She goes കരുതിയതാണ്. hungry, but she makes sure that the children are fed. താൻ വിശന്നാലും കുഴപ്പമില്ല, തന്റെ കുഞ്ഞുങ്ങൾ ഭക്ഷിക്കണം. But my Bible tells something greater than that. എന്നാൽ വചനം നമ്മെ പഠിപ്പിക്കുന്നതിനേക്കാളും വളരെ. Can a mother forget her son whom she gave birth? ഒരു കുഞ്ഞിനെ It may never happen. അതൊരിക്കലും സംഭവിക്കില്ല. Even if that happens, അത് സംഭവിച്ചാലും I will never leave you. ഞാൻ നിങ്ങളെ കൈവിടുകയില്ല. I will care for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി That's the കരുതിക്കൊള്ളും. promise of Jesus. അതാണ് യേശുവിന്റെ On the വാഗ്ദത്തം. first Sunday of this year 2025, ഈ 2025 ആദ്യത്തെ when you walk out ഞായറാഴ്ച of this church this morning after the service, ഈ സഭയിൽ നിന്ന് നിങ്ങൾ വെളിയിൽ ഇറങ്ങുമ്പോൾ go with assurance and the confidence that God cares for you. ആ ഉറപ്പും ധൈര്യത്തോടും കൂടെ പോകണം. Go ദൈവം with this എനിക്ക് വേണ്ടി confidence that കരുതും. Jesus is concerned about you.
യേശുവിന് എന്നെക്കുറിച്ച് വിചാരമുണ്ട്. He knows whether you had meal yesterday or not. ഇന്നലെ നിങ്ങൾ കഴിച്ചോ ഇല്ലെന്ന് യേശുവിന് അറിയാം. He has a plan to feed you tomorrow. നാളെ നിങ്ങൾ ഭക്ഷിക്കുന്നതിനെക്കുറിച്ച് He has a plan to feed you until the end of your life. നിങ്ങളുടെ ജീവന്റെ അവസാനം വരെയും നിങ്ങൾ ഭക്ഷിക്കുവാൻ വേണ്ടി യേശു ക്രിസ്തുവിന് And the പദ്ധതിയുണ്ട്. hope of a Christian, ഒരു ക്രിസ്ത്യാനിയുടെ പ്രത്യാശ ഇതാണ്. even beyond death, മരണത്തിന് അപ്പുറം He has prepared an eternity for us. ഒരു നിത്യത നമുക്ക് വേണ്ടി We have the ഒരുക്കിയിരിക്കുന്നു. communion table in front of us. നമ്മൾ കർത്താവിന്റെ മേശ നമ്മുടെ The മുൻപിലുണ്ടല്ലോ. communion table tells us a fact. കർത്താവിന്റെ മേശ നമ്മളോട് A വിളിച്ചറിയിക്കുന്നത് sacrifice was made for our forgiveness of our sins. നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു Now യാഗം listen to me very സംഭവിച്ചു. carefully. Everybody listen to me very carefully. എന്നോട് വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. About 2000 years ago, 2000 വർഷങ്ങൾക്ക് മുൻപ് Lord Jesus came into this world. നമ്മുടെ കർത്താവായ യേശു ഈ ലോകത്തിൽ വന്നു. He came because Father in heaven sent him to become an atoning sacrifice for the sinfulness of the humanity. ഒരു പാപ പരിഹാര യാഗമായി മനുഷ്യന് വേണ്ടിയാണ് പിതാവായ ദൈവം പുത്രനെ അയച്ചത്. Number one step is to accept Jesus Christ as your personal savior. ഒന്നാമതായി നാം ചെയ്യേണ്ടത് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി If you സ്വീകരിക്കണം. have accepted Jesus Christ as your personal savior, യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നുവെങ്കിൽ you should have taken the water baptism after believing upon Jesus. നിങ്ങൾ ജലത്തിൽ സ്നാനം വിശ്വസിച്ചതിന് ശേഷം ജലസ്നാനം ഏൽക്കണം. Believe and be baptized. വിശ്വസിച്ച് സ്നാനമേൽക്കണം. And you should believe what the Bible says. വചനം എന്ത് പറയുന്നു എന്ന് വിശ്വസിക്കണം. We do the statement of faith every morning now in the English service. നാം ഇംഗ്ലീഷ് സർവീസിൽ ആദ്യം നാം സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്ത് നാം നോക്കുന്നു. There are many things mentioned there. അതിൽ പല കാര്യങ്ങൾ നാം The God standard is the standard of holiness. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ഒരു വിശുദ്ധിയുടെ ഒരു നിലപാടാണ്. I hope some of you who are attending the English service, you might have noticed some of the things which we say there. ഇംഗ്ലീഷ് സർവീസിൽ നാം പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? Holiness, I believe holiness to be the standard of God's living for his people. തന്റെ ജനത്തിനു വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ്. I believe in the fall of mankind. മനുഷ്യന്റെ വീഴ്ചയെ ഞാൻ I believe in the വിശ്വസിക്കുന്നു. salvation of man. മനുഷ്യന്റെ രക്ഷയെ I ഞാൻ believe in വിശ്വസിക്കുന്നു. sanctification after new birth. പുതുജീവന് ശേഷം വിശുദ്ധീകരണം ഞാൻ വിശ്വസിക്കുന്നു. And this morning I want to tell you, if you have accepted Jesus Christ as your personal savior, ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി if you have taken സ്വീകരിച്ചുവെങ്കിൽ, water baptism, ജലത്തിൽ you have സ്നാനം the Holy ഏറ്റുവെങ്കിൽ, Spirit, നിങ്ങൾക്ക് you പരിശുദ്ധാത്മാവ് believe what നിങ്ങളുണ്ടെങ്കിൽ, Bible tells, ദൈവം വചനത്തിലുള്ള നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, then I want to invite you to take part in the communion. കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കുവാൻ ഞാൻ നിങ്ങൾ സ്വാഗതം But if ചെയ്യുന്നു. you have not given your life to Jesus, എന്നാൽ ഈ കർത്താവിന് നിങ്ങളുടെ ജീവനെ നിങ്ങൾ നൽകിയില്ലെങ്കിൽ, irrespective of the fact that you have taken water baptism or whatever you have done, if you have not given your life to Jesus, നിങ്ങൾ ജലത്തിൽ സ്നാനം ഏറ്റിട്ടുണ്ടാകാം, എന്നാൽ കർത്താവിന് യേശു ക്രിസ്തുവിന് നിങ്ങളുടെ ജീവനെ നൽകിയില്ല എങ്കിൽ, and if you have not given your life to Jesus to the extent that you are leading a life in obedience to his word, കർത്താവായ യേശുവിന് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ നൽകി വചനമനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നില്ല I would എങ്കിൽ, say don't take part in the communion today. Get right with the Lord, and if Christ coming tarries, you can take part in the communion next time after you have accepted and after you have done what you are supposed to do. ഇന്ന് നിങ്ങൾ മേശയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം, എന്നാൽ കർത്താവുമായിട്ട് നിരപ്പ് പ്രാപിച്ച് വചനമനുസരിച്ച് ജീവിച്ചിട്ട് അടുത്ത തവണ ഏൽക്കുവാൻ വേണ്ടി നിങ്ങൾ ഒരുങ്ങണം. Many years ago, there was this one young fellow who went to a different place to study. ഒരു അനേക വർഷങ്ങൾക്ക് മുമ്പ് ഒരു യവനക്കാരൻ ഒരു സ്ഥലത്ത് പഠിക്കുവാൻ പോയി. And when he went to that place, he started going to a church. അവിടെ പോയപ്പോൾ ഒരു സഭയിൽ താൻ പോയി. And he was a pastor's son. ഒരു പാസ്റ്ററുടെ മകനായിരുന്നു. But his life was not anyway matching with what he expected of a Christian. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന തലത്തിലായിരുന്നില്ല തന്റെ ജീവിതം. So finally somebody asked, hey, have you taken water baptism? ഒരാൾ ചോദിച്ചു, നിങ്ങൾ ജലത്തിൽ സ്നാനം He said, yes, I have taken water baptism. ഞാൻ ജലസ്നാനം ഏറ്റതാണ്. Okay, have you accepted Jesus Christ as a personal savior? യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി He സ്വീകരിച്ചിട്ടുണ്ടോ? said, what does it mean? അതിന്റെ അർത്ഥം എന്താണ്? I have not accepted, but I have taken water baptism. എനിക്ക് യേശു ക്രിസ്തു ഞാൻ സ്വീകരിച്ചിട്ടില്ല, പക്ഷേ ജലസ്നാനം So they ഏറ്റിട്ടുണ്ട്. said, why did you take water baptism? It's a real story. I'm not making up this story. ഇതൊരു കെട്ടുകഥയല്ല, ശരിയായി സംഭവിച്ച കാര്യമാണ്. താൻ മറുത്തു ചോദിച്ചു, പിന്നെ എന്തിനാണ് നിങ്ങൾ He സ്നാനമേറ്റത്? said, when I was I was about to go to college, or I was in high school, when I was about I got the license. ഞാൻ കോളേജിൽ പോകാൻ എനിക്ക് വണ്ടി ഓടിക്കാൻ ലൈസൻസ് കിട്ടിയപ്പോൾ, I am modifying the story, but it's a real story. ഇത് ശരിയായ കഥ തന്നെയാണ്. He said, I told my father I need a motorbike. ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞു, എനിക്കൊരു ബൈക്ക് വേണം. So the father said, no, I'm not going to buy you a motorbike. നിനക്ക് മോട്ടോർ ബൈക്ക് വാങ്ങിച്ചു തരില്ല. Only one condition. ഒരു വ്യവസ്ഥ, If you take water baptism, I will buy you a motorbike. നീ സ്നാനമേറ്റാൽ ബൈക്ക് വാങ്ങിച്ചു തരാം.
So I went and took a water baptism. അതുകൊണ്ട് ഞാൻ സ്നാനമെടുത്തു. I got the bike. എനിക്ക് ബൈക്ക് കിട്ടി. I want to tell you something. ഞാനൊരു കാര്യം പറയട്ടെ. Water baptism is not to gain anything in this world. ഈ ലോകത്തിൽ എന്തെങ്കിലും നേടുവാനല്ല. When you accept Jesus Christ as your personal savior, കർത്താവ് യേശുവിനെ when you സ്വന്തം realize സ്വീകരിക്കുമ്പോൾ, what Christ has done for you, കർത്താവ് നമുക്ക് എന്ത് ചെയ്തു എന്ന് മനസ്സിലാക്കുമ്പോൾ, when you humble yourself and give your life to Jesus, യേശുവിനെ നമ്മളെ തന്നെ താഴ്ത്തി നമ്മുടെ ജീവനെ it's കൊടുക്കുമ്പോൾ, a public proclamation of your faith in Jesus. You are telling the world, I have decided to follow Jesus. World is behind me, the cross is before me. യേശുവിനെ പിൻപറ്റുമെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു പൊതു പ്രസ്താവനയാണ്, ഞാൻ ലോകം എൻ്റെ പിൻപിൽ, യേശു എൻ്റെ മുൻപിൽ, ഞാൻ യേശുവിനെ പിൻപറ്റും. You may be attending this church for the first time today morning. ഈ സഭായോഗം നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ. Let me as a servant of God tell you very clearly. കർത്താവിന്റെ ദാസൻ എന്ന നിലയിൽ ഞാൻ 1 Corinthians chapter 11 verses 27 onwards says, 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 27. So then whoever eats the bread or drinks the cup of the Lord in an unworthy manner will be guilty of sin against the body and blood of the Lord. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം, let a person examine himself in this way, let him eat the bread and drink from the cup. കർത്താവിന്റെ ശരീരം സംബന്ധിച്ച് കുറ്റക്കാരനാകും മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം. For whoever eats and drinks without recognizing body eats and drinks judgment on himself. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ This is why many are sick and ill among you and many have fallen asleep. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. This morning, if you are here and if you are getting ready to take part in the communion, I want to tell you it is a serious matter. നിങ്ങൾ കർത്താവിന്റെ മേശ എടുക്കുവാൻ നിങ്ങൾ ഒരുക്കത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ഞാൻ പറയുന്നത് ഒരു ഗൗരവമായ വിഷയമാണ്. If your walk with the Lord is not in the right place, ദൈവവുമായി കർത്താവുമായിട്ടുള്ള നിങ്ങളുടെ നടപ്പ് ശരിയായ വഴിയിലല്ലെങ്കിൽ ആദ്യം കർത്താവുമായി നിരപ്പ് പ്രാപിക്കുക. there is no compulsion to take part in the communion. കർത്താവിന്റെ മേശ നിങ്ങൾ എടുക്കണമെന്നുള്ളത് നിർബന്ധമല്ല. But you should take it in a worthy manner, in a proper manner. യോഗ്യമായി കൃത്യമായ തലത്തിൽ തന്നെ അത് എടുക്കണം. If you have not accepted Jesus Christ as your personal savior, കർത്താവിനെ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, I want to invite you today, why don't you consider Jesus and accept him as your personal savior? എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ ക്ഷണം നിങ്ങൾക്ക് നൽകട്ടെ. എന്തുകൊണ്ട് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി if you have not taken water baptism, നിങ്ങൾ ജലസ്നാനം എടുത്തിട്ടില്ല എങ്കിൽ, why don't you make a decision today morning that I will give my life and I will do a public proclamation by accepting Jesus and taking water baptism. ഇന്ന് ഒരു തീരുമാനമെടുക്കാമോ, ഞാൻ കർത്താവിനെ സ്വീകരിക്കും, പിൻപറ്റും, ഞാൻ പൊതുപ്രസ്താവന നടത്തും, ഞാൻ ജലസ്നാനം If your life is not where it should be, നിങ്ങളുടെ ജീവിതം എവിടെ ശരിയായ സ്ഥലത്തായി അല്ല എങ്കിൽ, the tracks are, you're missing the track. നാം വഴിതെറ്റി പോകുന്നു. There are a lot of times you are going out of track. നാം വഴിതെറ്റി സഞ്ചരിക്കുന്നു. Why don't you commit your life at the feet of Jesus and say, Lord, I understand. This morning, what did we read from the word? If you confess, he will forgive and he will also cleanse us. കർത്താവിന്റെ പാദപീഠത്തിലേക്ക് നിങ്ങൾക്ക് മടങ്ങി വരാം. കർത്താവിനോട് നിങ്ങൾക്ക് പറയാം, ഏറ്റു പറയാം, ക്ഷമ അപേക്ഷിക്കാം.